മധ്യ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിരുന്നു കോട്ടയം ജില്ല. ആ കോട്ടയവും ഇടുക്കിയും ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. ആ കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് എന്ന ഒരു ധാരണ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവിടെ ഇടുക്കിയിൽ വന്യജീവി ആക്രമണം വലിയ രീതിയിൽ ഉണ്ടാകുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഭരണവിരുദ്ധ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കോട്ടയത്തിലേക്ക് വരുമ്പോൾ കോട്ടയത്തെ കേരള കോൺഗ്രസ് പ്രശ്നം മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് ഇപ്പോഴും അവിടെ വലിയ സാധ്യതയും സ്വാധീനവും ഒക്കെ ഉണ്ട്. അതൊക്കെ മുതലെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ വീണ്ടും മൂന്നാം തവണ പ്രതിപക്ഷത്തിരുത്താതെ അധികാരത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC അധ്യക്ഷൻ്റെയും കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടുത്തത് ആരായിരിക്കണമെന്ന ചർച്ച കോൺഗ്രസിനുള്ളിൽ സജീവമായി നിൽക്കുന്നു എന്ന വാർത്തയ്ക്ക് മറുപടിയായി നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേർന്ന് നിന്ന് പത്രസമ്മേളനം നടത്തിയ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം നടത്തുന്നു. ഈ സാഹചര്യത്തിൽ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളായ കോട്ടയവും ഇടുക്കിയും പരിഗണിക്കുമ്പോൾ അവിടുത്തെ ഏതൊക്കെ മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ ഇടുക്കി എന്നത് നിലവിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും കരുത്താർന്ന ജില്ലകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ മലയോര മേഖലകളിലെ കോൺഗ്രസ് വോട്ടുകൾക്ക് വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്നവർ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠിക്കുവാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ച MM മണി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശക്തി കേന്ദ്രമായ ഇടുക്കി ജില്ലയിലെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക. അതിൽ ഇടുക്കിയും കോട്ടയവും പ്രധാനപ്പെട്ട ജില്ലകളായി കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട്, UDF നേതൃത്വം കരുതുന്നുണ്ട്. നിലവിൽ ഇടുക്കിയിലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ തൊടുപുഴ മാത്രമാണ് കോൺഗ്രസിന് നിർത്താൻ സാധിച്ചിട്ടുള്ളത്. അതും PJ ജോസഫിലൂടെ. PJ ജോസഫ് ഇനി ആരെ നിർത്തിയാലും അവിടെ വിജയിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് PJ ജോസഫിന്റെ രാഷ്ട്രീയ സ്വാധീനം അവിടെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പ്രായമായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ സ്ഥാനാർത്ഥി നീക്കങ്ങൾ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച തൊടുപുഴയിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. PJ ജോസഫ് ഇല്ലെങ്കിൽ PJ ജോസഫ് മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനിയായ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുക എന്ന തീരുമാനം തന്നെയായിരിക്കും UDFനുണ്ടാകുക. മറ്റൊന്ന് ദേവികുളമാണ്. ദേവികുളം, പീരുമേട് പോലെയുള്ള ജില്ലകൾ നിഷ്പ്രയാസം പിടിക്കുവാൻ കഴിയുന്ന ജില്ലകളാണ്. നിലവിൽ അവിടെ പ്രാദേശിക പ്രശ്നങ്ങൾ സജീവമാണ്. ഇടതുപക്ഷ സംസ്ഥാന നേതൃത്വത്തോടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും മാധ്യമങ്ങൾക്ക് മുമ്പിലുമൊക്കെ തുറന്നടിക്കുന്ന പ്രാദേശിക നേതാക്കന്മാരുള്ള ഇടമാണ്. സ്വാഭാവികമായും വന്യജീവി പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളാണ് ദേവികുളവും പീരുമേടുമെല്ലാം. അതുകൊണ്ട് തന്നെ അവിടെ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങളും പാർട്ടി ഏകോപനവും ഒക്കെ നടത്തിക്കൊണ്ട് പ്രാദേശിക തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ദേവികുളവും പീരുമേടും പിടിച്ചെടുക്കുക എന്ന നീക്കത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് UDF. അങ്ങനെ വരുമ്പോൾ ദേവികുളം പീരുമേടും ഒക്കെ പിടിച്ചെടുക്കുവാൻ കഴിയുന്നതേയുള്ളൂ. കുറഞ്ഞ വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ് ദേവികുളത്തും പീരുമേടിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അത് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ഇനി ഉടുമ്പൻചോലയിലേക്ക് വരുമ്പോൾ മണിയാശാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല മണിയാശാന്റെ കുത്തക മണ്ഡലം. ആ മണ്ഡലത്തിൽ MM മണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തക മണ്ഡലം. ആ കുത്തക മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ തകർത്തെറിയുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് എന്ന കണക്കൂട്ടൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിശ്രമിച്ചാൽ ഉടുമ്പൻചോലയും പിടിച്ചെടുക്കുവാൻ കഴിയും. അതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് MM മണി അല്ലായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. MM മണി സ്ഥാനാർത്ഥിയായില്ല എങ്കിൽ ഉടുമ്പൻചോലയിലെയും സ്വാധീനം സാധ്യതയും ഒക്കെ ഏറുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇനി കോട്ടയത്തിലേക്ക് വരുമ്പോൾ കോട്ടയത്തിൽ നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസിന്റെ സ്വാധീനം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ കേരള കോൺഗ്രസിനെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ UDFിൽ സജീവമാകുന്നുണ്ട് എന്ന ചർച്ച ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ LDFിനോട് കൂറും വിശ്വാസതയും പുലർത്തിക്കൊണ്ട് വീണ്ടും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുവാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് ജോസ് കെ മാണി പറയുന്നു. നിലനിൽപ്പില്ലാതിരുന്ന കാലഘട്ടത്തിൽ തന്റെ പാർട്ടിക്ക് നിലനിൽപ്പില്ലാതിരുന്ന കാലത്തിൽ അഭയം നൽകിയ പാർട്ടിയാണ് LDF. അതുകൊണ്ട് LDFിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിലപാടെടുക്കുവാനും തങ്ങൾ തയ്യാറല്ല എന്ന കൃത്യമായ മറുപടി ജോസ് കെ മാണി അവിടെ നൽകുമ്പോഴും പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നുണ്ട് UDF. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ നിരവധിയുള്ള കോട്ടയം പോലെയുള്ള ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ KM മാണി കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അടക്കി ഭരിച്ചിരുന്ന പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ UDFിനെ സംബന്ധിച്ചുണ്ട്. അതിൽ ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി ഈ 3 ഇടങ്ങളിലും മാണി വിഭാഗം കൂടെ ഉണ്ടെങ്കിൽ UDFിന് കുറച്ചുകൂടി അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയും. എന്നാൽ അവരില്ല എങ്കിൽ കുറച്ച് ശ്രമകരമായിരിക്കും. അത് കുറച്ചുകൂടി കാര്യമായി ചിന്തിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തിച്ച് പ്രാദേശിക പ്രശ്നങ്ങളും സംസ്ഥാന പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുത്തി
വിജയിച്ചു വരേണ്ട ഒരു മണ്ഡലമായി അവർ കണക്കാക്കുന്നു. ഇനി കുറച്ചുകൂടെ എളുപ്പത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയുന്നത് പൂഞ്ഞാറും ഏറ്റുമാനൂരും പോലെയുള്ള ഇടങ്ങളാണ് എന്ന കണക്കൂട്ടലുകളാണ് അവിടെ കോൺഗ്രസിനുള്ളത്. എന്തായാലും കോട്ടയവും ഇടുക്കിയും മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ലകളിൽ വലിയ ശ്രദ്ധയാണ് UDF നൽകുന്നത്. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരികയും അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തത്. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ പല പടയൊരുക്കങ്ങളും അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങളും സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലും ഹൈക്കമാൻഡിന്റെ പിന്തുണ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.